ഇപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനം നമ്മുടെ ആ പറമ്പിൽ പൂർണ്ണമായിട്ടും പിന്നെ തീ അണച്ചിട്ടുണ്ട്. പക്ഷേ ചെറുതായിട്ടൊക്കെ തന്നെ അവിടെ ചെറിയ അളവിലൊക്കെ പിന്നെ മിന്നുന്നുണ്ട്, ചില സ്പാർക്കുണ്ട്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി ഈ പറമ്പിന് ചുറ്റുമുള്ള കുളങ്ങൾ, കിണറുകൾ ഇപ്പോൾ സ്കൂബ സെറ്റ് പ്രത്യേകമായിട്ട് അത് പരിശോധിക്കുന്നുണ്ട്. ലൈറ്റ് ഇട്ട് ഈ പാഴ്സ് എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളതിൻ്റെ അന്വേഷണങ്ങൾ തുടരുന്നുണ്ട്. ഇനിയിപ്പോൾ രാവിലെ കുറച്ചുകൂടി ശാസ്ത്രീയമായിട്ട് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇത് മണത്ത് പിടിക്കാൻ കഴിയുന്ന ഡോഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ കൊണ്ടുവന്നുള്ള പരിശോധന രാവിലെ നടത്തണം എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നേരത്തെ കൊടുത്തത്. ഏകദേശം 40ഓളം വരുന്ന പോലീസുകാരെ ഗാർഡായിട്ട് അതിന് ചുറ്റും തന്നെ വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നേരത്തെ അവിടെ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ. അപ്പോൾ അവിടെ തുടരുന്നുണ്ട്, മറ്റേ തെരച്ചിൽ തുടരുന്നുണ്ട്. രാത്രിയും എന്തായാലും അല്ല, രാത്രിയിൽ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ രാത്രിയിൽ ഈ സ്ഫോടനം നടന്ന ആ കോമ്പൗണ്ടിനകത്ത് സഞ്ചരിക്കുന്നത് കുറച്ച് അല്ല വെളിച്ചത്തിൻ്റെ അല്ല, അത് എപ്പോഴും സ്പാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു വേണം അവിടെ നീങ്ങാന്നുള്ളത് കൊണ്ടാണ്. കാരണം തിരയുന്നവരുടെ ജീവൻ കൂടി നമ്മൾ കാണണമല്ലോ, എന്താണ് പൊട്ടാതെ കിടക്കുന്നതെന്ന് പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പരിമിതിയാണ് അപ്പോൾ ഉള്ളത്. ഇപ്പോൾ കിണർ, കുളം, അതുപോലെ തന്നെ ചാലുകൾ അവിടെയൊക്കെ പരിശോധന നടക്കുന്നുണ്ട്. കുളത്തിലിപ്പോൾ ആ സ്ക്യൂബ ടീം തന്നെ ഇറങ്ങി പരിശോധിക്കുന്നുണ്ട്. ആശുപത്രിയിലുള്ളവരുടെ ഒരു സാഹചര്യം എങ്ങനെയാണ്? നേരത്തെ പറഞ്ഞല്ലോ മിനിസ്റ്റർ, ആശുപത്രിയിൽ പൊതുവിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഡെത്തായവരുടെ സംഗതി കഴിഞ്ഞു. 2 പേര് വെൻറ്റിലേറ്ററിലുണ്ട്, ബാക്കിയുള്ളവർ ബേൺസ് ഐസിയുവിനകത്ത് ട്രീറ്റ്മെൻറ്റിലാണ്. ഇപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഡോക്ടർമാരെ മറ്റ് സംവിധാനങ്ങളെല്ലാം തന്നെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓടി രക്ഷപ്പെട്ടവരും ചെറിയ ചെറിയ പരിക്കുകളായിട്ട് ആശുപത്രിയിലുണ്ട്. ഈ